സാധാരണ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് മിക്കവരും ചൂസ് ചെയ്യുന്നത് മണി പ്ലാന്റ് ആയിരിക്കും. ലോ കെയറിങ്ങും മെയിൻ്റെനൻസുമാണ് അതിന് പ്രധാന കാരണം. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ മണി പ്ലാന്റിന് ഗ്രോത്ത് കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച സ്ലോ ആയിട്ട് നടക്കുന്നത് എന്നൊക്കെ. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? എങ്കിലത് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ നമുക്കിന്ന് വേസ്റ്റ് കുപ്പിയിൽ വൃത്തിയാക്കി വെള്ളത്തിൽ എങ്ങനെ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് ഹാളിൽ അടിപൊളിയായിട്ട് വെക്കാം എന്നതാണ് കേട്ടോ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ. ഞാൻ വർക്കേരിയയിൽ സിങ്കിൽ നിന്നാണ് ഗ്ലാസ് ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കുപ്പികൾ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ശ്രദ്ധിച്ച് വേണം ഇത് ക്ലീൻ ചെയ്യാൻ കേട്ടോ, കാരണം കയ്യിൽ നിന്ന് വഴുതി വീണ് പൊളിയാൻ നല്ല ചാൻസ് ഉണ്ട്. ഇന്ന് ഞാനിവിടെ വേസ്റ്റായി കിടക്കുന്ന കുപ്പിയാണ് കഴുകി വൃത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൽ സ്റ്റിക്കറെല്ലാം പറിച്ച് കളയണം. ഇതേ കണ്ടില്ലേ, നല്ല പ്രാവിൻ്റെ ഡിസൈന്, എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിൽ നല്ലൊരു മണി പ്ലാന്റ് കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ ഹാളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാനത് കുപ്പിയൊക്കെ ഇങ്ങനെ കഴുകി അതിൻ്റെ കൂടെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കഴുകുന്നത്. അല്ലാതെ അതിൽ വേറെ യാതൊരു കാര്യങ്ങളും അതിനകത്ത് ഉപയോഗിക്കുന്നില്ല. സ്ക്രബ്ബർ മാത്രം ഉരച്ചുകൊണ്ട് അത് ഉപയോഗിച്ച് ഉരച്ചുകൊണ്ട് വൃത്തിയാക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കൂടാതെ ഞാൻ കുറച്ച് സ്പൈഡർ പ്ലാന്റ് കൂടെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുറ്റത്തുള്ളത് തന്നെയാണ്, ഞാൻ അതും കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കണ്ടോ, ഇതാണ് ബോട്ടിൽ, അതിൽ നിറച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ബോട്ടിൽ ഞാൻ 1 മാസം മുന്നേ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ച പ്ലാന്റ്സ് ആണ്. അപ്പോൾ നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്ന് കുപ്പിയിൽ സ്റ്റിക്കറൊന്നും കളയാതെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനന്ന് ഓരോ കുപ്പിയിലും വേര് പോലും ഇല്ലാത്ത ഓരോരോ പീസുകളാണ് കേട്ടോ വെച്ചിരുന്നത്, ഓരോ തണ്ടുകളായിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, അതെ, ഒരുപാട് വേരുകളും ഒരുപാട് പ്ലാന്റ്സ് ആയിട്ട് കണ്ടോ, ഒരുപാട് കുപ്പിയിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിൽ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല പച്ച കളറിലായിട്ട് നല്ല ഭംഗിയോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതെങ്ങനെ അടിപൊളിയായിട്ട് ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഹാളിൽ തന്നെ എങ്ങനെ കൊണ്ടുപോയിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ചിലപ്പോൾ വീഡിയോ കാണുന്നവരെ ചിന്തിക്കും, ഈ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് കുപ്പിയിലൊക്കെ വരച്ച് കഴിഞ്ഞാൽ അതിൽ കലയോ പാടുകളോ കാര്യങ്ങളൊക്കെ വരൂലേ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വെള്ളം ഇങ്ങനെ കാണിച്ചിട്ട്, അതായത് വെള്ളം ആ കുപ്പിയിലേക്ക് ഇതാക്കി കഴിയുമ്പോൾ തന്നെ അത് പൊതിർന്നിട്ട് അതിൻ്റെ പേപ്പർ, അതായത് സ്റ്റിക്കറൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് അങ്ങ് വരുന്നുണ്ട്, വേഗം തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പശയുണ്ടല്ലോ, അതാണ് നമുക്ക് ഉരച്ച് വൃത്തിയാക്കി കളയേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ഉരച്ച് കഴുകുമ്പോൾ അങ്ങനത്തെ ഒരു കലകളോ പാടകളോ ഒന്നും ഇല്ലാതെ നല്ല അടിപൊളി കുപ്പിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇത്രയും വേസ്റ്റ് നമുക്ക് ആ കുപ്പിയിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഒന്ന് അടിപൊളിയായിട്ട് ഇനി ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ കുപ്പി നിറക്കുന്നുണ്ട്. പിന്നെ അതിൽ വേറെ കാര്യങ്ങളൊന്നും ഞാൻ ചേർക്കുന്നില്ല, വെറും പൈപ്പിലെ വെള്ളം മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ കുപ്പിയായിട്ട് ഞാൻ നിറച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഓരോ ഷേപ്പിലുള്ള 7 കുപ്പികളിലാണ് കേട്ടോ വെള്ളം നിറച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി മണി പ്ലാന്റ് എടുത്ത് വെച്ച് അതിൻ്റെ വേസ്റ്റ് ഭാഗങ്ങളോ കാര്യങ്ങളോ അതിൻ്റെ വേരിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് കുപ്പിയിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. കൂടെ തന്നെ ഞാൻ സ്പൈഡർ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഞാൻ 2 ബോട്ടിൽ മാത്രമാണ് ഇപ്പോൾ ആക്കി വെക്കുന്നത്. ബാക്കിയുള്ള ഓരോരോ പീസുകൾ പിന്നെ നമ്മുടെ മണി പ്ലാന്റ് ആണ് കേട്ടോ ഓരോ കുപ്പിയിലാക്കി ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഗ്ലാസ് ബോട്ടിലും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലായാലും ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളിലായാലും ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വെള്ളം നിറച്ച് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കച്ചറകളും കാര്യങ്ങളും ആ കുപ്പിയിൽ, അതായത് നിറം മാറി തുടങ്ങുമ്പോൾ മാത്രം നമുക്ക് വെള്ളം എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അല്ലാതെ ഇതുവരെ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഇതിനെ കൊണ്ട് വന്നിട്ടില്ല. അങ്ങനെ കൊതുക് മുട്ടയിടുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വന്നിട്ടില്ല കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.